So basically, everything that we write inside our code is a part of this character set. So every single character that we type in our code should be a part of this character set. Otherwise, the compiler would not be able to understand what this thing that we have written is. So that's what is meant by a character set. So C in the character set basically ഇത്രയാണ് ക്യാരക്ടർ സെറ്റിൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് there are lower case letters, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണെല്ലാം. A to Z സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്. Then there are digits from 0 to 9, and then some special characters like all of these, this exclamation mark or this @ symbol, hashtag symbol, brackets, everything. So all of these are a part of the character set. So what does that mean? Being a part of this character set means the compiler can understand what this character means. So what do you intend to do with this character? That is understood by the compiler. അതിനു വേണ്ടിയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഏത് സിമ്പിൾ നിങ്ങൾ നിങ്ങളുടെ കോഡിൽ ഉപയോഗിച്ചാലും കമ്പൈലറിന് അതിൻ്റെ ഒരു അർത്ഥം അറിയാം. അത് പല അർത്ഥങ്ങളൊന്നും ഇല്ല, ഓരോ ക്യാരക്ടറിനും ഓരോ അർത്ഥമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം ഉണ്ടെങ്കിൽ അത് വേറൊരു സിമ്പിളിനും കാണത്തില്ല, അത് ഈ സിമ്പിളിനുള്ളതാണ്. അപ്പൊ അങ്ങനെയായിരിക്കും ക്യാരക്ടർ സെറ്റിന്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ദെൻ ദർ ആർ വൈറ്റ് സ്പേസ്, ബ്ലാങ്ക് സ്പേസ്, ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ്. സോ അതൊക്കെ ഈ ക്യാരക്ടർ സെറ്റിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ ബ്ലാങ്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുമ്മാ സ്പേസ് ബാർ നിൽക്കുമ്പോൾ ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ദ ന്യൂ ലൈൻ മീൻസ് ആക്ച്വലി നമ്മൾ ഈ ഓരോ ലൈൻ എഴുതി കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമ്മൾ സ്ക്രീനിലൊന്നും കാണത്തില്ല, ബട്ട് ആക്ച്വലി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ദെയർസ് എ ക്യാരക്ടർ that makes the computer understand that this is the end of this line and we are moving on to the next line. So that's how the computer understands that we need to stop a line here and then move on to the next line, like that. അപ്പോൾ ഇതാണ് ബേസിക്കലി സിയിലെ ക്യാരക്ടർ സെറ്റിലുള്ള ക്യാരക്ടേഴ്സ്. ബേസിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിലുള്ള ഏകദേശം എല്ലാ ക്യാരക്ടേഴ്സും ഇതിലുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് അതിന് പുറമേ ഉള്ള വേറെ ഏതെങ്കിലും ഭാഷയിലെ ക്യാരക്ടേഴ്സ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കോഡ് എഴുതുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ വി വിൽ മൂവ് ഓൺ ടു ടോക്കൺസ്. സോ വാട്ട് ഈസ് എ ടോക്കൺ? So the token is the smallest individual unit known to the compiler. So ഇപ്പോൾ നമ്മൾ ഈ ആൽഫബറ്റ്സിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്താ ഒരൊറ്റ ആൽഫബറ്റ്, ഇപ്പോൾ ഈ ടോക്കൺസ് എന്ന വേർഡിൽ ഈ കെ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലേ. ചുമ്മാ കെ എന്ന് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ല, നമ്മൾ എന്താണെന്ന് വിചാരിക്കും അല്ലേ, ഇതെന്ത് തേങ്ങിയത് കെ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ. അതേപോലെയാണ് കമ്പൈലറിന്. നമ്മൾ ഇപ്പൊ ക്യാരക്ടർ സെറ്റിൽ ഇതുപോലെ കുറെ സംഭവങ്ങളുണ്ട്, ബട്ട് ജസ്റ്റ് ഇൻഡിവിജ്വലി വൺ ഓഫ് ദീസ് ക്യാരക്ടേഴ്സ് doesn't really give it a complete meaning, right? We need something with those characters so that it becomes a meaningful thing. So like I said, this K doesn't have any meaning, but when we use it with these letters T-O-E-N and S, we get the word tokens, and that means something. അതിനൊരു അർത്ഥമുണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥമുണ്ട്, നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ടോക്കൺസ് എന്നാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ സി കമ്പൈലറിനും ഉള്ളത്. അതായത് ഓരോ ഇപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടർ സെറ്റിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നമ്മളൊരു ടോക്കൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഏത് ഗ്രൂപ്പും ആവാനൊന്നും പറ്റില്ല, ബട്ട് ഇറ്റ് ഹാസ് ടു ഹാവ് എ സ്പെസിഫിക് മീനിങ് and its unit of those characters makes a token. So എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഈ ക്യാരക്ടർ സെറ്റും ഇത്രയും പറഞ്ഞതിൽ. So tokens. അപ്പോൾ tokens, we have classified tokens into 5 things. So basically tokens are divided into keywords, identifiers, constants, operators, and separators. So we will be going into detail into every one of them through this course, but ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഇങ്ങനെ 5 സെപ്പറേറ്റ് 5 ടൈപ്പ് ടോക്കൺസ് ഉണ്ട്.
So each one has their own significance, and each one is different in their own way. So ഇതിൽ ഇപ്പോൾ ഈ keywords and identifiers we'll be discussing it in today's session, and rest of them we will be going through as the sessions progress. So ഇത്രയും പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? Okay, clear ആണ്. Okay. അപ്പോൾ first thing is keywords. So what is a keyword? So I already told you, keywords are actually a part of tokens. So keyword is a token. So it is a group of characters that the C compiler can understand. But what's the significance of saying keywords? So keywords are actually words that are of fixed meaning to the C compiler and are of special significance. So basically അങ്ങനെ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കീവേഡ് എന്ന് പറയുന്ന ഒരു സെറ്റ് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിൽ ഏതെങ്കിലും കമ്പൈലർ കണ്ടു കഴിഞ്ഞാൽ അതിനറിയാം ഇത് ഈ വേർഡ് കൊണ്ട് ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ആ വേർഡ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യേണ്ട അടുത്ത് തന്നെ യൂസ് ചെയ്യണം. വേണ്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എറർ ആവും. അപ്പോൾ keywords are words that have special meaning to the compiler. So the compiler knows that when it encounters a keyword, it knows that the meaning of this word is so and so. So it should do such a thing. It knows what to do. So that's what is meant by keywords. So these are the keywords that are available in C language. There are a lot of them, but you don't need to by heart this just like that. You will get the hang of it eventually once you do the programs. സോ ഇതിപ്പോ കുറെ ഉണ്ട്. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പൊ ഈ ഇന്റ് എന്ന് പറയുന്നതും ഈ റിട്ടേൺ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഇന്നലത്തെ സെഷനിൽ കണ്ടതാണ്. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ കണ്ടതിൽ ഉണ്ടായിരുന്നതാ ഇൻറ്റും പിന്നെ ഈ റിട്ടേണും ഒക്കെ ഇന്നലത്തേലും ഉണ്ടായിരുന്നതാണ്. അപ്പോ ഇതുപോലത്തെ ഈ ഒരു സെറ്റിൽ പെടുന്ന വേർഡ്സ് ആണ് കീവേഡ്സ്. സോ ഈ വേർഡ്സ് നമ്മൾ വേറെങ്ങും ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. ഇതിപ്പോ ആവശ്യമുള്ളിടത്ത് തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ ഇന്നലെ കണ്ട ആ റിട്ടേൺ എന്ന് പറയുന്ന ആ കീവേഡ്, ആ വേർഡ് നമ്മൾ എന്താ അവസാനം ആ ഒരു ഫംഗ്ഷൻ ആ മെയിൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ എഴുതിയതിന്റെ ഏറ്റവും അവസാനം ഉണ്ടായിരുന്നു ആ റിട്ടേൺ എന്നും പറഞ്ഞിട്ട്. ബട്ട് ഇഫ് വി യൂസ് ഇറ്റ് സംവെയർ എൽസ്, സംടൈംസ് അൺഎക്സ്പെക്ടഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ ഓർ ഇറ്റ് മേ റിസൾട്ട് ഇൻ ആൻ എറർ. സോ we should always be careful while using keywords. We should use it at the proper location, otherwise it may lead to unexpected results. Also you should not use keywords for any other purpose. They have their own meaning and the compiler will take it in that sense. So അത് ഇത്തിരി സൂക്ഷിച്ച് ഉപയോഗിക്കണം. പക്ഷെ ഉപയോഗിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇത് എന്തായാലും ഇതിലെ മിക്ക കീവേഡ്സും നമ്മൾ എല്ലാ പ്രോഗ്രാമിലും യൂസ് ചെയ്യുന്നതാണ്. So we'll need it, but you use it carefully. You should not be like I can put this anywhere and the code will work. It will not work like that. It should be in the proper place and it has a proper meaning. So are we clear with that? Yeah. So next is identifiers. So as I told you, tokens are divided into keywords, identifiers, constants, operators and separators. So the second thing is identifiers. So identifier is basically a name given to entities such as variables, functions and structures. So ഇതിലിപ്പോ വേരിയബിൾസ്, ഫങ്ഷൻസ്, സ്ട്രക്ചേഴ്സ് ഒന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത സംഭവമാണ്. ബട്ട് ബേസിക് ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന് ഒരു പേരിടണമെങ്കിൽ ആ പേര് നമ്മൾ ഒരു ഐഡന്റിഫയർ എന്നാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ നെയിം. But there are some rules that we need to follow while we make an identifier. So like for a variable. So വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ, എന്തെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മുടെ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു പേര് കൊടുക്കണം, എന്നാലേ നമുക്ക് അതിനെ ആ ഒരു വേരിയബിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ ആൻ ഐഡന്റിഫയർ. നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇടുമ്പോൾ ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാലല്ലേ അതുകൊണ്ട് യൂസ് ഉള്ളൂ. നമുക്ക് അത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ വേരിയബിൾസ്
അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻസിന്റെ പേരറിയണം, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം. ആ നെയിമിനെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേരിലൊക്കെ ഐഡന്റിഫയർ ഉണ്ടാക്കാം, ബട്ട് ഇറ്റ് should satisfy some of the rules that are used for naming identifiers. So we can't just name anything and call it an identifier, but it should obey a set of rules, and we'll come to that in the next slide. So so these are the rules that are required while making identifiers or naming identifiers. So every valid identifier can have letters, both uppercase or lowercase letters, digits and underscores. These are the three sets of characters that we can use. ഇപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടതിൽ ക്യാരക്ടർ സെറ്റിൽ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ, കുറെ ഉണ്ട്, ഒരു 100-128 എങ്കിലും ഉണ്ട്. ഇത് മൊത്തത്തിൽ എണ്ണി വരുമ്പോൾ അത്രയൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഐഡന്റിഫയേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. Only characters that are lowercase characters, so small letter A to Z, then capital letter A to Z, that is uppercase characters. Then we can use some digits 0 to 9, those digits, and underscore characters. This one, this underscore character can also be used. So those are the only set of characters that we can use for naming an identifier. If you use something else in an identifier name, then it will cause an error, because that will break the rules of identifiers. So നമ്മൾ ഐഡന്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ കറക്റ്റ് ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു റൂള് തെറ്റി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ആവത്തില്ല, അതിൽ എറർ കാണിക്കും. അത് ഐഡന്റിഫയർ അല്ല എന്ന് വിചാരിക്കും കമ്പൈലർ. ഐഡന്റിഫയർ ആണെന്ന് വിചാരിക്കാൻ ഈ റൂൾസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. സോ ദ സെക്കൻഡ് റൂൾ ഇസ് the first letter of an identifier should be a letter or an underscore. So you cannot start what does that mean? There are the set of characters that we can use are letters, digits and underscores, right? But we cannot start an identifier with the digit. So that's what is meant by this second rule. So every time you start an identifier name, you should start with either a letter or an underscore character. You can have digits, but it should not be the first letter. You can use the digits after the first letter. It can be a second letter or subsequent letters. Any of those can be digits. So the first letter should be a letter or an underscore, and the letter can be both uppercase or lowercase. That doesn't matter. And the third thing is, you cannot use keywords like int, while, etc. as identifiers. So we already saw these keywords അല്ലെ. നമ്മളിപ്പോ ഇതിൽ കുറെ കണ്ടു. ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ ഇന്റ്, വൈല് അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. ഇന്റ് ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും വൈല് കാണും. എവിടെ പോയി? അതായിരിക്കും. അപ്പോ ഈ പറയുന്ന ഈ ഒരു സെറ്റിലുള്ള ഈ ഒരു വേർഡ്സ്, ഇത്രയും വേർഡ്സ് കീവേഡ്സ് ആണ്. സോ I already told you, if you use them at the wrong place, then the compiler will misbehave. It will cause unexpected answers to come out, or it will cause an error. So that's what I actually intended to say. That is, you cannot use them for identifiers. So these are some kinds of keywords or reserved words, that kind of a thing. So we cannot use them for any other purpose. So ഇതിലിപ്പോ ഈ റിട്ടേൺ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കൊണ്ടുപോയി ഒരു വേരിയബിളിന്റെ പേരായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ ആയിരിക്കും. കാരണം നമുക്ക് അങ്ങനെ ഒരു പേരിടാൻ പറ്റില്ല. വേറെ ഈ റിട്ടേൺ കഴിഞ്ഞിട്ട് എന്തെങ്കിലും റിട്ടേൺ 1 എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിജിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇതിന്റെ പേരും അങ്ങോട്ട് മാറിപ്പോകും. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ആസ് സച്ച് റിട്ടേൺ കാനോട്ട് ബി യൂസ്ഡ്. സോ അതാണ് ഈ പറയുന്ന കീവേഡ്സിന്റെ ഒരു കാര്യമുള്ളത്. കീവേഡ്സ് നമ്മൾ ഐഡന്റിഫയറിന്റെ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ബിക്കോസ് ചിലപ്പോ നമ്മൾ അറിയാതെയൊക്കെ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എറർ ആയിരിക്കും. അപ്പോൾ അത് സൂക്ഷിക്കണം. ആൻഡ് ദ ഫോർത്ത് തിങ് ഈസ്, ദർ ഇസ് നോ റൂൾ ഓൺ ഹൗ ലോങ് ആൻ ഐഡന്റിഫയർ ക്യാൻ ബി, ബട്ട് ഹവർ sometimes some compilers will have a limit of 31 characters. So I don't know if anyone would name some identifier as more than 31 characters. Usually we should it's best practice to keep it really short, പറ്റുന്നത്ര ചെറുതാക്കുക, but it should be meaningful, because the programmer should know what this variable is
intending to hold or what this function is intending to do. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനിൽ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ സമ്മെന്നിടാം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ സമ്മെന്നിടാം. അപ്പൊ സമ്മെന്നിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു മീനിങ് മനസ്സിലാവും. നമ്മളിപ്പോ വേറൊരു പ്രോഗ്രാമർ ഇതെടുത്ത് കാണുവാണെങ്കിൽ മനസ്സിലാവും സം, ഇത് സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതിനുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് കൊടുക്കാൻ നോക്കണം. ചുമ്മാ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഇപ്പോ സമ്മിന് പകരം എസ് എന്ന് മാത്രം കൊടുത്തു, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ചെയ്താലും പ്രോഗ്രാം വർക്ക് ആവും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മീനിങ് ഫുൾ ടു അസ് ഹ്യൂമൻസ്. സോ വി ഷുഡ് ഓൾവേസ് ട്രൈ ടു മേക്ക് ഇറ്റ് മീനിങ് ഫുൾ, but keep it as short as possible. If we use really big names, it can lead to some confusion, or it can cause some problems while typing the code, because it cannot be longer than 31 characters, and also you will have to find out what you named this identifier before and use that same name. So it could be a very confusing thing. So keep it as short, but make sure you follow these rules while making it meaningful. So ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഫംഗ്ഷന് എസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സം ഓഫ് നമ്പേഴ്സ് എന്ന് ഫുൾ ആയിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. ഈ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം വർക്ക് ആവും. ബട്ട് in order for another programmer who is looking at your code, or sometimes you may look at your own code after some time or while debugging, you should understand what that variable is, right, or what that function is. So for that, use meaningful names while making sure that these rules are satisfied. So are we clear with the rules that are to be followed while naming identifiers? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ മൂവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ചാറ്റിൽ പറയണം. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചാറ്റിൽ ഇടുകയോ അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ തിങ്ക് സോ ഫാർ ഇറ്റ്സ് ക്ലിയർ. സോ we'll move on to the next topic. So the next thing is data types and variables. This is the thing that's really important. We'll be using this in every C program, almost every program. These are very important. These are the basic fundamental things that we'll be using in a C program. So data type is actually, as the name suggests, it tells the compiler what type of data that we are using. So so the thing is, we can store some data in our memory, right? So the computer needs to know in advance that the type of data is, if the type of data is an integer or a decimal value, that's what is meant by a floating point value. So it can be that, or it can be a character like A, B, C, or anything like that. So that those are characters. So the compiler needs to know in beforehand what type of data it's going to deal with, and for that we are using data types. So we can't just make our own data type as such. There are some things to note here. There are some basic predefined data types that the C language provides us, and they are mostly sufficient in almost many cases. So data types are specify the type of data. So it can be integer, it can be a floating value, it can be a character, anything like that. So now you might have seen this word variable a lot of times. നേരത്തെ നമ്മൾ കുറെ പറഞ്ഞായിരുന്നു, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പേര് ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്നൊക്കെ ഈ റൂൾസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വേരിയബിൾ എന്താണെന്ന് നമുക്ക് അടുത്തത് നോക്കാം. സോ a variable is nothing but a name given to a storage area that our program can manipulate. സോ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പലതരം ഡാറ്റ വേണ്ടി വരും അല്ലേ. നമുക്ക് ചിലപ്പോൾ ചിലയിൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുണ്ടാവും, ചിലയിൽ എന്തെങ്കിലും ക്യാരക്ടറോ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് നമ്മൾ ശരിക്കും സ്റ്റോർ ആകുന്നത് റാമിൻ്റെ അകത്താണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ റാമിൻ്റെ അകത്താണ് ഈ ഇതുപോലെ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ വേരിയബിൾ ഒക്കെ സ്റ്റോർ ആവുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അവിടെ നമുക്ക് ചിലപ്പോൾ ചില ഡാറ്റയൊക്കെ പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യണമെന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു മാത്സിന്റെ ഒരു പ്രോബ്ലം ചെയ്യുകയാണെന്ന് വിചാരിക്കും.
അപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ ആദ്യമേ അവർ തരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലം ആണെങ്കിൽ കുറച്ച് ഡാറ്റ അവർ തരും അല്ലെ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു സർക്കിളിന്റെ ഏരിയ, അതിന്റെ റേഡിയസ് അവർ തരും. അപ്പോൾ നമുക്ക് അതൊരു ഡാറ്റയാണ്. ആ ഡാറ്റ നമ്മൾ എങ്ങനെയാ, നമ്മൾ ആ ഒരു മാത്സിന്റെ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ റേഡിയസ് എടുത്തിട്ട് 𝜋𝑟² എന്ന് പറയുന്ന ആ ഫോർമുലയിൽ ആറിന് പകരം റേഡിയസ് എടുത്തിടും, എന്നിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കും അല്ലെ. അപ്പോൾ അതേപോലെയൊക്കെയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ മാത്രമല്ല, ഇപ്പൊ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഏരിയയും പെരിമീറ്ററും സർക്കംഫറൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം ആ R ഉപയോഗിച്ചില്ലേ. പിന്നെ ചിലപ്പോൾ പറയും വേറെ എന്തെങ്കിലും R വെച്ചിട്ട് വേറെ എന്തെങ്കിലും വല്ല സെക്ടറിന്റെ എന്തെങ്കിലും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാലോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോ ഈ R എന്ന് പറയുന്ന ആ റേഡിയസ് നമ്മൾ ചിലപ്പോൾ 3ഓ 4ഓ പ്രാവശ്യം ഉപയോഗിച്ചു. അപ്പോൾ ഈ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ സപ്പോസ് അത് ആദ്യമേ നമ്മൾ 5 ആണെന്ന് വിചാരിച്ചാണ് ചെയ്തു പോയത്. പക്ഷെ ഇത്രയും ഫുള്ള് ചെയ്ത് നിങ്ങൾ ആൻസർ മൊത്തം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് 5 അല്ലായിരുന്നു, 10 ആയിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചതിന്റെ തെറ്റായിരുന്നു. എന്തായിരിക്കും അവസ്ഥ? നമ്മൾ മൊത്തം പിന്നെ ഫുള്ള് വെട്ടി ആദ്യം തൊട്ട് എഴുതി, ഈ 5 എഴുതിയെടുത്തെല്ലാം കൊണ്ടുപോയി 10 ഇട്ട് പിന്നെയും കാൽക്കുലേറ്റ് ചെയ്ത്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? അതിന്റെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മൾ മിക്കവാറും ചെയ്തിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും അല്ലെ. ആ ചാറ്റിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിക്കേ, ഇതുപോലത്തെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോയിടത്തും പോയിട്ട് അതൊക്കെ മാറ്റണം അല്ലെ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ, അപ്പോൾ ഇതിപ്പോ കമ്പ്യൂട്ടറിലാവുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. നമ്മൾ വേരിയബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ റേഡിയസ്, ആ ഒരു റേഡിയസ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് മനസ്സിലായി. അപ്പൊ ആ സ്റ്റോർ ചെയ്യുന്ന അവിടെ നമുക്ക് എന്താ, ആ ഒരു സ്റ്റോറേജ് ലൊക്കേഷനെ നമുക്കൊരു പേരിട്ട് വിളിക്കാം. അതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സപ്പോസ് ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഏരിയയും ഈ സർക്കംഫറൻസും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഇൻപുട്ട് ചെയ്തപ്പോൾ നമ്മൾ റേഡിയസ് 5 അല്ല വേണ്ടിയിരുന്നത്, 10 ആണ് വേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വേരിയബിൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഫോർമുല എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം കൊണ്ടുപോയി ഈ 5ന് പകരം 10 എന്നും പറഞ്ഞ് മാറ്റി എഴുതേണ്ടി വരും. അത് ഇത്തിരി മെനക്കെട്ട പണിയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അതായത് വേരിയബിൾസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് എന്താ, ആ വേരിയബിളിൽ നമുക്ക് ആദ്യമേ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഒരു വേരിയബിളിന്റെ ആ നെയിം വെച്ചിട്ട് നമുക്ക് ആ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വേരിയബിളിനെ ഞാൻ റേഡിയസ് എന്നും പറഞ്ഞൊരു പേര് കൊടുത്തു. ആ പേര് നമ്മൾ ഈ ഐഡന്റിഫയർ റൂൾസ് വെച്ചിട്ട് വേണം നെയിം ചെയ്യാൻ. അപ്പോൾ ഞാൻ റേഡിയസ് എന്നൊരു പേര് കൊടുത്തു. അത് വാലിഡ് ആണ്, കാരണം അതിൽ ആകെ ഈ ലോവർ കേസും അപ്പർ കേസേ ഉള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ ലെറ്റർ ആണ്, അങ്ങനെയൊക്കെ കീവേഡ് അല്ല. അപ്പോൾ നമുക്ക് റേഡിയസ് എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പേരിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഫോർമുല എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടേക്ക് ഈ നമ്പറിന് വരെ റേഡിയസ് എന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ആദ്യമേ റേഡിയസിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കും. ഇപ്പൊ 5 എന്നാണെങ്കിൽ 5, അല്ലെങ്കിൽ 10 എന്നാണെങ്കിൽ 10. പിന്നെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ നമ്മൾ ആദ്യമേ വാല്യൂ എവിടെയാണോ കൊടുത്തത് അവിടെ മാത്രം ആ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി. ബാക്കിയുള്ള റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഐ തിങ്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയോ? അതാണ് ഒരു ഡാറ്റ ടൈപ്പും വേരിയബിളും എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈച്ച് വേരിയബിൾ മസ്റ്റ് ഹാവ് എ സ്പെസിഫിക് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഒരു വേരിയബിളിന് ഒരു ഡാറ്റ ടൈപ്പേ പറ്റുള്ളൂ, അതിപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ കൊണ്ടുപോയി 2 ഡാറ്റ ടൈപ്പ് ഇട്ടിട്ട് ആ വേരിയബിളിനെ വിളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു ഇൻറ്റിജർ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അത് ഇൻറ്റ് മാത്രം. ഒരു വേറെ എന്തെങ്കിലും ടൈപ്പ് ആണെങ്കിൽ ആ ഒരു ടൈപ്പ് മാത്രം. അപ്പോൾ ആ നമ്മൾ ടൈപ്പ് നോക്കിയിട്ട് വേണം അത് ഇത് ചെയ്യാൻ. കറക്റ്റ് ഒരു ടൈപ്പേ പറ്റുള്ളൂ. അപ്പോൾ ദീസ് ആർ ദ ബേസിക് ഡാറ്റ ടൈപ്സ് ദാറ്റ് ദ സി ലാംഗ്വേജ് പ്രൊവൈഡ്സ്. അപ്പോൾ 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, ദർ ആർ സോ മെനി ഡാറ്റ ടൈപ്സ് ഇൻ സി, ഓർ യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ഡാറ്റ ടൈപ്സ്. അതിനുള്ള പ്രോസസ് ഒക്കെ ഉണ്ട്. ബട്ട് അതൊന്നും ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഈ 4 എണ്ണം അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ്. സോ ദർ ആർ 4 ഡാറ്റ ടൈപ്സ്: ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് ആൻഡ് ഡബിൾ. സോ ഇൻറ്റ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അത് ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബൈറ്റ്സിന്റെയും ബിറ്റ്സിന്റെയും ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ എന്താ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു
the computer only understands binary. Binary means 0 and 1. അതാണ് ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. അല്ലാതെ നമ്മുടെ ഈ എയും ബിയും ഒന്നും അതിന് ശരിക്കും മനസ്സിലാകത്തില്ല. അതൊക്കെ അവര് എന്താ ട്രാൻസ്ലേറ്റ് ചെയ്ത് 0യിലും 1ലേക്കും ആയിട്ട് കൺവേർട്ട് ചെയ്താലേ ഒരു CPU-ന് അത് മനസ്സിലാകത്തുള്ളൂ, അത് എ ആണോ ബി ആണോ എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എന്താ ഇപ്പോ ഒരു 0 അല്ലെങ്കിൽ ഒരു 1നെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് cannot be further divided into it doesn't have any subdivision. അപ്പോൾ ഒരു ബിറ്റിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു 1 വെക്കാം അല്ലെങ്കിൽ ഒരു 0 വെക്കാം, വേറെ ഒരു വാല്യൂ അതിനില്ല. രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ, 1 അല്ലെങ്കിൽ 0. അപ്പോൾ അങ്ങനെയാണ് ഒരു ബിറ്റിന്റെ കൺസെപ്റ്റ് വരുന്നത്. ആൻഡ് 8 ബിറ്റ്സ് ഈക്വൽസ് 1 ബൈറ്റ്. 8 ബിറ്റ് ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഒരു ബൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കണക്ക് വരുന്നത്. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഇതിന് ഈ ഒരു ഡാറ്റ ടൈപ്പ് ഇന്റിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്റിജർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ നമ്പേഴ്സ്, ഡെസിമൽ വരരുത്, ഫ്രാക്ഷൻസ് ഒന്നും അല്ല, ജസ്റ്റ് 1 2 3 അതുപോലത്തെയൊക്കെ നമ്പേഴ്സ്. അത് നമുക്ക് വലിയ നമ്പേഴ്സും ചെറിയ നമ്പേഴ്സും പലതും എഴുതാം, അതിനുള്ള റേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് 2 ബൈറ്റ്സ് ഓഫ് മെമ്മറി കിട്ടും, അല്ലെങ്കിൽ മിക്കവാറും 4 ആയിരിക്കും. അത് ഈ കമ്പൈലർ അനുസരിച്ചിരിക്കും. സിയിൽ നമുക്ക് ഒരു കമ്പൈലർ അല്ല, പലതരം കമ്പൈലേഴ്സ് കിട്ടും സി ലാംഗ്വേജിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏത് കമ്പൈലർ ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് എന്താ 2 ബൈറ്റ്സ് ആണോ 4 ബൈറ്റ്സ് ആണോ. ഇപ്പോൾ 2 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര ബിറ്റ്സ് ഉണ്ടാവും? ഞാൻ പറഞ്ഞു എന്താ 8 ബിറ്റ് ചേർക്കുമ്പോഴാണ് ഒരു ബൈറ്റ് ആവുന്നത്. അപ്പോൾ 2 ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 into 2, അതായത് 16 ബിറ്റ്സ് ഉണ്ടാവും. 4 ആണെങ്കിൽ 32 ബിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ബിറ്റ്സും ഈ ബൈറ്റ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. അപ്പോൾ ഇൻറ്റിന് 2 ബൈറ്റ്സ് ഓഫ് ഡാറ്റ വരെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ക്യാർ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനാണ്. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന എ ബി സി അങ്ങനത്തെ എന്തെങ്കിലും അതുപോലത്തെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബ്രാക്കറ്റിന്റെ സിമ്പലോ അല്ലെങ്കിൽ എന്ത് ക്യാരക്ടർ വേണേലും ആവാം. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ക്യാർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉള്ളത്. ആ ക്യാറിന്റെ സൈസ് 1 ബിറ്റ് ആണ്, 1 ബൈറ്റ് ആണ്. 1 ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് 1 ബൈറ്റ് സൈസ് കിട്ടും. പിന്നെ ഉള്ളത് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടും ഡബിളും ഇത് രണ്ടും നമ്മൾ ഒരേപോലത്തെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഇത്തിരി വ്യത്യാസമുണ്ട്. സോ ഫ്ലോട്ട് ആൻഡ് ഡബിൾ ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഫ്രാക്ഷണൽ ഡാറ്റ ഓർ ഡെസിമൽ വാല്യൂസ്. ഇപ്പോൾ നമുക്ക് 3.14 പൈന്റെ വാല്യൂ അതുപോലത്തെ ഒരെണ്ണം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ടോ ഡബിളോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് ഉള്ളതിനെയാണ് നമ്മൾ ഈ ഫ്ലോട്ടും ഡബിളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട് ഈസ് യൂസിങ് ഓൺലി 4 ബൈറ്റ്സ് ഓഫ് ഡാറ്റ വൈൽ ഡബിൾ ഈസ് യൂസിങ് 8 ബൈറ്റ്സ്. അതാണ് വ്യത്യാസം. അതായത് ഫ്ലോട്ടിന് 32 ബിറ്റ്സ് ആണ് അതിന്റെ സൈസ് വരുന്നത്. അതാണ് ഈ 4 ബൈറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് 32/8 അങ്ങനെ വരുമ്പോഴാണ് 4 ബൈറ്റ്സ് കിട്ടുന്നത്. പിന്നെ ഡബിളിന് 8 ബൈറ്റ്സ് ആണ്, അതായത് 64 ബിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ അപ്പോൾ അതിന്റെ വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിളിൽ കുറച്ചുകൂടി വലിയ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്താ ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇൻഫിനിറ്റി വരെ അങ്ങോട്ട് പ്രിന്റ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ നമ്പേഴ്സ്. നമുക്കൊരു ലിമിറ്റ് ഒക്കെ ഉണ്ട്, അത് നമ്മുടെ പ്രോസസ്സിങ്ങിന്റെ ലിമിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡബിളിന് മാക്സിമം പറ്റുന്നത് 8 ബൈറ്റ്സ് ആണ്. 8 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഒരു റേഞ്ച് ഉണ്ട്. ആ ഒരു റേഞ്ചിൽ മാത്രമേ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലോട്ടിലാണെങ്കിൽ 4 ബൈറ്റ്സ്, അപ്പോൾ അതിൽ കുറച്ചുകൂടി ചെറിയ നമ്പേഴ്സേ പറ്റുള്ളൂ. പക്ഷെ ഫ്ലോട്ട് 4 ബൈറ്റ്സ് ഉള്ളത് കാരണം തന്നെ നമുക്ക് അത്യാവശ്യം വലിയ നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഒരുപാട് വലിയ നമ്പേഴ്സ് ആകുമ്പോൾ ആ ഫ്ലോട്ടിൽ ചിലപ്പോൾ തികയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡബിൾ യൂസ് ചെയ്യാം. അതാണ് ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ ഇൻറ്റ് ഉണ്ട്, ക്യാർ ഉണ്ട്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ഫോർമാറ്റ് സ്പെസിഫയർ എന്നുള്ളത് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട, അത് നമ്മൾ തിരിച്ചു വരാം, അത് വേറൊരു സംഭവത്തിന് വേണ്ടിയുള്ളതാ. അപ്പോൾ ഈ 4 ഡാറ്റ ടൈപ്സിനെ പറ്റി മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറയാമോ? എങ്ങനെ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എല്ലാം മനസ്സിലായോ? ഒന്ന് പറ. ഓക്കെ, സോ ഇപ്പോ ടൈം 5:15 ആയി. ഇപ്പോ ഐ തിങ്ക് ആഡം, ആർ യു ഹിയർ?
Gokul, Yeah. it's me, Lisa. Okay. Okay, I'm taking over the session, okay? ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നലത്തെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ക്വിസ് പോലെ, ഒരു ഫൺ ക്വിസ് ആണ്. ആരും പേടിക്കൊന്നും വേണ്ട, ഇതിന് മാർക്കൊന്നും കൂട്ടത്തൊന്നും ഇല്ല, ചുമ്മാണ്. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പ്ലീസ് ഡു ട്രൈ. നമുക്ക് ഒരു രസത്തിന് വേണ്ടി, നിങ്ങൾ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ലിസ, യു ക്യാൻ. Yes, yes. Just a sec. Okay, hello everyone. I'm Lisa VC from CS first year, Tinkerhub MEC Tech Stack Co-lead. So, ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു quiz നടത്താൻ പോവാ. It's gonna be like real fun. Okay, so I'm gonna put the link right now. Okay, chat box ൽ ഇപ്പോൾ link ഇട്ടിട്ടുണ്ട്. Please enter the link, okay? Okay, there seems to be a technical issue, so I'm giving a new link, okay? Get in that. Okay, everyone, get in fast, come on. So I've begun accepting answers.
Okay, I think you guys are done with the first question, right? Second question is visible on the screen, I believe. Let's put some music. Okay, guys, let's move on to the next question, okay? Okay, the answers are still coming in. Let's wait for 5 seconds. Okay, I believe that's done. Let's move on to the next question. Can I? Okay, answers are still coming. Okay, guys, let's move on to the next question. கவரும் உயிரை போல എന്താണ് നീ എന്താണ് കാതൽ മഴയാ തനുവിൽ ചേരും ആരാണ് നീ ആരാണ് Okay, guys, let's move on to the next question. And before that, do you want to change the song? If you want, just drop your... Okay, no, okay, cool. Let's move on to the next question. I hope you guys are having fun. I mean, I know you guys are having fun, so yeah. നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടരേ ഓ ഉയരെ ഉയിരിൻ ഉയരെ മൂടും
COVID-19 vaccine What safe? is in the vaccine? Your questions deserve answers. I think you guys are done. നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടര് Okay. കിം 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 XY ക്രോമസോമിനെക്കാട്ടി നല്ലത് XX ക്രോമസോമുകളാണ്. കിം കിം. Okay. Yeah, okay, let's move on to the next question. Kim, 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 Kim. Me. So having a really solid auto-completion plugin for your text editor of choice is going to be a game changer for productivity. Okay, let's move on to the next question. I hope you guys did. Yeah, okay, let's move on to the next question. किसी ने बताया मुझे ऐसा नहीं जाएगा कभी भी तो हो जाएगा गीत मोहब्बत हूँ किसी ने बताया मुझे ऐसा नहीं जाएगा कभी भी तो हो जाएगा गीत मोहब्बत हूँ किसी ने बताया मुझे ऐसा नहीं जाएगा कभी भी तो हो जाएगा गीत मोहब्बत हूँ किसी ने बताया मुझे ऐसा नहीं जाएगा कभी तो हो जाएगा गीत मोहब्बत हूँ Come on,
मोहब्बत हूँ किसी ने बताया मुझे ऐसा नहीं जाया कर कभी भी तो हो जाएगा गीत मोहब्बत हूँ Oh, okay, there seems to be an issue. Just wait for like 1 minute before I come back, okay? Just stay there. I'll put songs, okay, with songs. Column of Jobe. Okay, I'll put that. Just a sec. Column of Jobe. Is that it? Okay, okay, you guys are answering. Okay, you can answer, but there seems to be a technical issue. Like, we'll address it like ASAP, okay? Just wait a sec. ഹലോ ആ ചേട്ടാ എടാ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ടേ നീ അങ്ങോട്ട് ചെല്ലേ ഓക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലാം പൂവിൻ കാലം എന്നെഞ്ചിൻ നീളം തേടും നീതാരേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീളം തേടും നീതാരേ ഏലേലം പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാതെ എൻ കണ്ണീർ പാറുന്നോരലയാലെ തെളിയുന്നേരോ നാളങ്ങൾ താള. Okay, everyone, I'm really sorry for this technical hiccup that happened. Can someone just unmute and say if you can see the first question? Okay, it's on the second question. You guys are on the second question? Yeah, sir. Anyone? Yeah, okay. Yeah, we are on the second question. So, yeah, so everyone just answer, okay? Like, something happened. You know the answer, so pettannu click cheyda madi. Okay? Let me stop blabbering and play your music. Haha. നിറയാതെ എൻ ജീവനാളം എന്നിലെ നാളം ആളുന്നു നീലേ കാണും നെഞ്ചാരേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീളം തേടും നീതാരേ പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാ
മേലെ മുകിലാടും നേരത്ത് നിറമേഴും വാനത്ത് കനവെല്ലാം ചേലോത്ത് മേലെ മുകിലാടും നേരത്ത് നിറമേഴും വാനത്ത് കനവെല്ലാം ചേലോത്ത് അറിയാതെ ആത്മാവിൽ അലിയുന്നേ മറയാതെ നഗതാരിൽ തെളിയുന്നേ അറിയാതെ ആത്മാവിൽ അലിയുന്നേ ഓരോ താരായും നേരായും നിറയുന്നേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം വേടും നീതാരേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം വേടും നീതാരേ ഏലേലം പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറമാകേ എൻ കണ്ണീർ പാടുന്നോരലയാലെ തിരിയുന്നേതേതോ നാളങ്ങൾ താളങ്ങൾ നിറയാതെ അയ്യോ, ജലദോഷം ചുമയുമാണോ? എനിക്ക് മ്യൂസിക് കോമ്പറ്റീഷനും ഉണ്ട്. പൂർണ്ണമായും വിശ്വസിക്കാവുന്ന വിക്സ് വേപ്പർ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? പ്രകൃതി അമ്മ, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? ഞാൻ പോവാണേ. അയ്യോ, ഹെൽമറ്റ്. എടാ ഓർത്തിരിപ്പുണ്ട്. ഞാനും വരട്ടെ. இந்த இரவிலே நான் படுக்கும்போது மடியில் சாயும் நீடி அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியல ஏனடி മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ
പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ ധീരനാധീ തനനാധൃതിദോ തനനാധൃതിദോ തനധീരനാ തനധീ തനനാധീരനാധീ തനധീരനാധീ തനനാധൃതിദോ. എന്തിനാണ് ഫോളോ ചെയ്യുന്നത്? എന്താണ് ഈ ജീവനം? ഞാൻ ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്ത് നോക്കി, കണ്ടില്ല. ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ്. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടണമെന്നില്ല. താൻ എഴുതിയ പുസ്തകമാണോ? താൻ ഈ മീരാനന്ദകുമാർ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിച്ചു നോക്ക്. ഇത് ഞാൻ വായിച്ചോളാം. മധുവായി നിറഞ്ഞൊരു സ്നേഹസംഗീതം. മഴ പെയ്ത നേരം മലർ പൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹസംഗീതം. ഈ നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും കിനാവിൻ മഞ്ചലിൽ വെൺപ്രാവ് പോൽ കുറുകുന്നുവോ. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. മഞ്ഞു മൂടും മന്ദാരം മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം. മന്ദാരം
ഓക്കെ, ലൈക്ക് ക്വിസ് എല്ലാരും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഹൗ വാസ് ഇറ്റ് ഗൈസ്? someone tell me, did you guys have fun? അടിപൊളി ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നോ? അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. I know, right? Okay. Anyways, റിസൾട്ട്സ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. ഓക്കെ, ഐ വെൽക്കം ബാക്ക് ഗോകുൽ ചാറ്റൻ ടു ടേക്ക് ഓവർ ദ ക്ലാസ്. ഓക്കെ, അപ്പോ എങ്ങനെ ഇപ്പൊ 6 മണി ആവാറായല്ലോ, ഇനി എങ്ങനെ ഇന്നത്തെ ഉദ്ദേശിച്ച അത്രയും തീരുമെന്ന് തോന്നുന്നില്ല. അത്രയൊക്കെ ചെയ്യാം. എങ്ങനെയാ 6 വരെ ചേട്ടനെടുത്തോ? എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. 6 ഒരു 10 മിനിറ്റും കൂടി ഇരിക്കാലോ. നമുക്ക് ഇത്രയും പഠിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം എന്തെങ്കിലും നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക്സ് ബ്രോ. ഞാൻ പ്രസന്റ് ചെയ്യട്ടെ. സ്ക്രീൻ കാണാലോ അല്ലേ? ഓക്കെ. ആ ചേട്ടാ, കാണാം. ഓക്കെ. അപ്പോ ഇത് ഇന്നലെ എടുത്തത് തന്നെയാണ്. നമ്മുടെ �RIPPLE.IT എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്പൈലറിലാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഈ ഡാറ്റ ടൈപ്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇത്തിരി ഒന്ന് നോക്കാം ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ലൈൻ ഒന്ന് കളയുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിനിന്റെ അകത്ത് വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു വേരിയബിൾ ഉണ്ടാക്കി നോക്കാം അല്ലെ? ഒരു വേരിയബിൾ. അപ്പോൾ നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഒരു ഡാറ്റ ടൈപ്പ് വേണം, ഒരു വേരിയബിൾ നെയിമും വേണം. അപ്പോൾ ഈ വേരിയബിൾ യൂസ് ചെയ്യാനായിട്ട് 2 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയും, ഒന്ന് വേരിയബിൾ ഇൻസ്റ്റലേഷൻ എന്ന് പറയും. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ട് എന്നും പറഞ്ഞ് സ്ഥാപിക്കുക അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ആ ഡിക്ലറേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിൽ വരുന്നത് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡാറ്റ ടൈപ്പ് ഈ 4 ഏതെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ വേറെയും ഉണ്ട്, ബട്ട് നമ്മളിപ്പോ 4 ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 4 ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ ആദ്യം എഴുതണം. സപ്പോസ് ഞാനൊരു ഇന്റിജർ ആണ് ചെയ്യാൻ പോണെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്റ് എന്നുള്ളത് ആ ഇന്റ് അങ്ങോട്ട് എടുത്ത് എഴുതി, ചുമ്മാ ഇന്റ് എന്ന് എഴുതി, എന്നിട്ടൊരു സ്പേസ് ഇട്ടു. സ്പേസ് ഇട്ട് കഴിയുമ്പോൾ സ്പേസ് ആണ് സാധാരണ ഒരു സെപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ടോക്കൺസ് ഒക്കെ കണ്ടായിരുന്നു അല്ലെ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടോക്കൺസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇടയ്ക്ക് വെച്ച് 2 വേർഡ്സിന്റെ ഇടയ്ക്ക് നമുക്ക് സ്പേസ് കാണാം. അപ്പൊ ഈ ഓരോ വേർഡും ഒരു ടോക്കൺ ആണ്. അപ്പോൾ അതാണ് ഈ ടോക്കൺസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഈ ഇന്റ് എന്ന് പറയുന്ന ഒരു ടോക്കൺ ആണ്, അതൊരു കീവേഡ് ആണ്, കാരണം അതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ ഈ ഇന്റ് വെച്ചിട്ട് നമ്മൾ ഒരു വേരിയബിൾ ഉണ്ടാക്കാൻ പോവുക. അപ്പൊ ആ ഒരു വേരിയബിളിന് ഒരു പേര് കൊടുക്കണം. നമുക്കൊരു പേരായിട്ട് ചുമ്മാ എന്തെങ്കിലും വാല്യൂ എന്നോ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഇതുപോലെ ഈ ഫംഗ്ഷന്റെ അകത്ത് എഴുതുന്ന ഓരോ ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെമി കോളൻ ഇടണം. സെമി കോളൻ ഇട്ടില്ലെങ്കിൽ എറർ കാണിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു റെഡ് ലൈൻ അണ്ടർലൈൻ ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ, അത് എറർ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മളിപ്പോ സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവുന്നുണ്ട്. അപ്പോൾ സെമി കോളൻ ഇടാൻ മറക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സംഭവമാണ് സെമി കോളൻ എന്ന് പറയുന്നത്. മിക്ക സമയത്തും ഇപ്പൊ നമ്മൾ 10-200 ലൈൻ ഇങ്ങനെ കോഡ് ചെയ്ത് എഴുതി, ചിലപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് മിസ്സായി പോകും. അതാണ് ഏറ്റവും വലിയ കഷ്ടം, ലോകത്തുള്ള ഏറ്റവും വലിയ കഷ്ടം അതാണ്. എവിടെയെങ്കിലും ഒരിടത്ത് സെമിക്കോളൻ മിസ്സായി പോകും. അപ്പൊ അത് ചെന്ന് തപ്പി പിടിച്ച് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി സെമിക്കോളൻ ഇടണം. അപ്പോൾ എഴുതുമ്പോൾ തന്നെ ആ ഒരു രീതിക്ക് എഴുതിക്കണം. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ വാല്യൂ എന്ന് പറഞ്ഞ് എഴുതിയതിൽ നമ്മൾ ഐഡന്റിഫയറിന്റെ റൂൾസ് നോക്കണം. ഇപ്പോ ഈ റൂൾസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ആ റൂൾസ് അനുസരിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു വാല്യൂ എഴുതിയത്. ഇതിപ്പോ തെറ്റായ എന്തെങ്കിലും, ഇപ്പോ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്പേഴ്സ് വെക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു 6 ഇട്ട് കഴിഞ്ഞാൽ അതെ അപ്പൊ തന്നെ അണ്ടർലൈൻ വന്ന കണ്ട നമ്മൾ ചെയ്തത് തെറ്റാണ്, അതൊരു ഐഡന്റിഫയർ ആയിട്ട് കാണുന്നില്ല, അത് എറർ ആവും. അപ്പൊ നമ്മൾ ഇതുപോലെ വെക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ 1 എന്നോ എന്തെങ്കിലും കൊടുക്കാം, അത് പ്രശ്നമില്ല. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ഇതാക്കണം, അതൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഈ വേരിയബിൾ ഉണ്ടാക്കിയത്. ഇത്ര ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിൾ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് സ്ഥാപിച്ചു. ബട്ട് ഇനി ഈ വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കണം അല്ലെ, എന്തെങ്കിലും ഒരു നമുക്ക് അതിൽ എന്താ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കണം. അപ്പൊ നമ്മൾ ജസ്റ്റ് അടുത്ത ലൈനിൽ വാല്യൂ ഈക്വൽ ടു എന്നും പറഞ്ഞ് കൊടുത്താൽ മതി. വാല്യൂ ഈക്വൽ ടു
എന്തെങ്കിലും ഒരു ഇൻഡിജർ വാല്യൂ. ഇപ്പോൾ നമ്മൾ ഇൻറ്റ് എന്നാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്തത് അല്ലെ, അപ്പൊ നമുക്കൊരു ഇൻഡിജർ വേണം കൊടുക്കാൻ. ഇപ്പോൾ 10 എന്നും പറഞ്ഞ ഒരു വാല്യൂ ചുമ്മാ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേരിയബിളിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇനി ഈ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കുറെ ഓപ്പറേഷൻസ്, ഇപ്പോൾ അഡീഷനോ സബ്ട്രാക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാം. ഈ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ പിന്നീട് മാറ്റണമെങ്കിൽ പിന്നെ മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇനി ഈ വാല്യൂ ഇപ്പൊ പ്രിന്റ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ലൈഡ്സിൽ ഇവിടെ എത്തുമ്പോൾ ഞാൻ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് കാണിച്ചു തരും. അതിപ്പോ ശ്രദ്ധിക്കേണ്ടെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ വരുന്ന ഈ ഇൻറ്റ് നോക്കിക്കേ. ഇൻറ്റിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് %d എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇപ്പോൾ ഈ പ്രിന്റ് എഫ് എന്നും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ, ഒരു ലൈനിൽ പ്രിന്റ് എഫ് എന്ന് എഴുതിയിട്ടാണ് നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ പ്രിന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നേരത്തെ നമ്മൾ ഹലോ വേൾഡ് എന്നും ദിസ് ഈസ് എ സി ബൂട്ട് ക്യാമ്പ് എന്നൊക്കെ പ്രിന്റ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെയാണ് ഈ പ്രിന്റ് എഫ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ഈ ടെർമിനലിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ കൊടുക്കണം. അപ്പോൾ ആ ലൈനിൽ നമുക്കിപ്പോൾ ഈ പറയുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഞാൻ കൊടുക്കുകയാണ്, ഇപ്പോൾ ഡബിൾ കോട്ട്സിന്റെ അകത്ത് എന്ത് കൊടുത്താലും അത് അതേപടി പ്രിന്റ് ആവും. ഇപ്പോൾ ഞാൻ വെറുതെ ഹലോ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഒരു സെമിക്കോളിന് വിട്ടേച്ച് ഇത് അങ്ങോട്ട് റൺ കൊടുക്കുകയാണെങ്കിൽ വരട്ടെ, ഹലോ എന്ന് മാത്രം വന്നു അല്ലെ, ഹലോ എന്ന് മാത്രം വന്നു. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെ ഇപ്പൊ പോയി വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കണ്ടോ, അത് വാല്യൂ എന്ന് തന്നെ പ്രിന്റ് ആയി. പക്ഷെ നമുക്ക് ഈ 10 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ബട്ട് അതല്ല കിട്ടിയ, വാല്യൂ ആണ് കിട്ടിയത്. അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇപ്പോൾ %d എന്ന് പറയുന്നത്, അതാണ് നമുക്ക് ഇൻറ്റിന് യൂസ് ചെയ്യേണ്ടത്. %i സാധാരണ ഉപയോഗിക്കാറില്ല, %d ആണ് ഇൻറ്റിജറിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഡബിൾ കോട്ട്സിന്റെ അകത്ത് തന്നെ %d എന്നും പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും എഴുതുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാവും, കമ്പൈലറിന് മനസ്സിലാവും ഈ ടെർമിനലിൽ എന്തോ പ്രിന്റ് ചെയ്യാനുണ്ട്, എന്തോ ഡിസ്പ്ലേ ചെയ്യാനുണ്ട്. അപ്പൊ അത് ഇതിന്റെ അകത്ത് കയറും, ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കയറുമ്പോൾ ഒരു ഡബിൾ കോട്ട്സിന്റെ അകത്ത് %d എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. അത് കാണുമ്പോൾ മനസ്സിലാവും ഒരു ഇൻഡിജർ വാല്യൂ ആണ് പ്രിന്റ് ആവാൻ പോണേ. ഇനി ഏത് ഇൻഡിജർ വാല്യൂ ആണെന്ന് അറിയണം. അതായത് ഇപ്പൊ ഇതിലിപ്പോ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ നമുക്ക് ചിലപ്പോൾ 100 കണക്കിന് ഇൻഡിജർ വാല്യൂസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഏതാണ് പ്രിന്റ് ആവേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്നാലേ അത് വർക്ക് ആകത്തുള്ളൂ. അപ്പൊ ഈ ഡബിൾ കോട്ട്സിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം, പക്ഷെ ഈ ബ്രാക്കറ്റിന്റെ അകത്ത്, ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ അകത്തും ഈ ഡബിൾ കോട്ട്സിന്റെ പുറത്തുമായിട്ട് ഒരു കോമ ഇട്ടിട്ട് നമ്മൾ ഈ വേരിയബിളിന്റെ പേര് എഴുതണം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ വാല്യൂ എന്ന് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കമ്പൈലറിന് മനസ്സിലാവും പ്രിന്റ് എഫ് അത് കാണുമ്പോൾ തന്നെ ടെർമിനലിൽ പ്രിന്റ് ചെയ്യണം. ദെൻ ഈ ഡബിൾ കോട്ട്സിന്റെ അകത്ത് %d. അപ്പോൾ അതിന് മനസ്സിലാവും ഒരു ഇൻഡിജർ വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടു, ഈ ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് ഒരു കോമ, ആ കോമ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേരിയബിളിന്റെ പേരിട്ടു, അതാണ് വാല്യൂ. അപ്പൊ അതിന് മനസ്സിലായി വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടി. അതാണ് ഈ പ്രിന്റ് എഫ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേറെ ഇപ്പൊ ഈ വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ എ എന്ന് മാത്രം ഇട്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയെല്ലാം എ എന്ന് മാറ്റണം. എ എന്ന് മാറ്റി കഴിഞ്ഞാലും അതേപോലെ 10 തന്നെ പ്രിന്റ് ആവും, പിന്നെയും 10 പ്രിന്റ് ആയി. അപ്പോൾ ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ വേരിയബിൾ ഡിക്ലറേഷൻ ഉണ്ട്, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ഉണ്ട്. അതിലിപ്പോ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലെ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിലാക്കാം. ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ഈ a=10 എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തതിന് പകരം നമുക്ക് ജസ്റ്റ് ഇതേ ലൈനിൽ int a എന്ന് എഴുതി കഴിഞ്ഞിട്ട്, പക്ഷെ സെമിക്കോളിന് മുമ്പായിട്ട് ഒരു ഈക്വൽ കൊടുത്തിട്ട് നമുക്ക് എന്താ വാല്യൂ വേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് വെക്കാം. ഇപ്പോൾ 100ഓ 10ഓ എന്ത് വേണമല്ലോ, ഒരു ഇൻഡിജർ വാല്യൂ ആയാൽ മതി. ആ വാല്യൂ നമ്മൾ ഇങ്ങനെ കൊടുക്കും. അപ്പോഴും നമ്മൾ പ്രോഗ്രാം വർക്കാവും. ഇപ്പോൾ 100 ആയി, കണ്ടോ. ഇത് മാറ്റി ഞാനിപ്പോ 150 എന്നാക്കുവാണെങ്കിൽ 150 പ്രിന്റ് ആവും, 150 പ്രിന്റ് ആയി. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക്
വാല്യൂസ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം, ഇങ്ങനെ പ്രിന്റ് എഫ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പോൾ വേറെ പല ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ ക്യാർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം, പെട്ടെന്ന് കാണിക്കാം. അപ്പോൾ ക്യാർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇൻറ്റിന് ചെയ്ത പോലെ ക്യാർ എന്ന് എഴുതുക, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഒരു പേരിടണം അതിന്. ഇപ്പോൾ ഞാൻ സി എന്നും പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കും, ചുമ്മാ സി. എന്നിട്ട് ഇതിലേക്ക് ഒരു വാല്യൂ ഇടണം. അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ലെറ്റർ ABC അങ്ങനെയുള്ള ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും സിമ്പൽ, @ സിമ്പലോ #, സിമ്പലോ അങ്ങനെയുള്ള സിമ്പലാണ് ക്യാർ വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാറിന് ഒരൊറ്റ ഒരു ക്യാരക്ടറെ ഒരു ക്യാറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ABCD അല്ലെങ്കിൽ ഒരാളുടെ പേര് അങ്ങനെയൊന്നും നമുക്ക് ക്യാറിൽ വെറുതെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാറിൽ ഒരു വാല്യൂവേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ A എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ A എന്ന് പറയുന്നത്. അതും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ കോട്ട്സ് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് വേണം നമ്മൾ ഈ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ. ഇപ്പോൾ സിംഗിൾ കോട്ട്സ് ഇട്ടിട്ട് A എന്നിടണം, എന്നാലേ ഈ ക്യാർ വർക്ക് ആകത്തുള്ളൂ. എന്നിട്ട് അവസാനം ഒരു സെമിക്കോളൻ. ഇപ്പൊ ഈ സി എന്ന് പറയുന്ന ഒരു എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റാമിന്റെ അകത്ത് ഒരു ബൈറ്റ് മെമ്മറി എടുക്കും. കാരണം ക്യാറിന്റെ സൈസ് നോക്കിയാൽ കണ്ട 1 ബൈറ്റ് ആണ്. അപ്പോൾ 1 ബൈറ്റ് ഉള്ള സ്പേസ് എടുക്കും. എന്നിട്ട് അതിന്റെ പേരായിട്ട് നമ്മൾ സി എന്ന് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ എവിടെ വേണേലും നമുക്ക് ഈ സി എന്ന് അടിച്ചു കഴിഞ്ഞാൽ, സി നമ്മൾ ആക്സസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ക്യാരക്ടറിനെ ആയിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു മെമ്മറി ലൊക്കേഷന്റെ അകത്ത് ഈ A എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പോൾ 1 ബൈറ്റ് സ്റ്റോറേജ് അതിന് കിട്ടും അങ്ങനെ. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യാൻ printf, എന്നിട്ട് എന്താ ഇതില് ഇതേപോലെ ഡബിൾ കോട്ട്സിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഏതാ വരുന്നത്, ഫോർമാറ്റ് സ്പെസിഫയർ %C ആണ്. അപ്പോൾ അത് %C എന്ന് കൊടുക്കണം, %C. എന്നിട്ട് ആ ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് എന്താ നമ്മുടെ ഈ വേരിയബിളിന്റെ പേര് C ആണ്, അത് കൊടുക്കണം. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ 150, അത് കഴിഞ്ഞിട്ട് ഒരു A. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് ഒറ്റ ലൈനിൽ പ്രിന്റ് ആയെന്ന്. അത് മാറ്റാൻ ഒരു വഴിയുണ്ട്. നമ്മളിവിടെ \n കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലൈനിൽ പ്രിന്റ് ആവും. ഇപ്പൊ നോക്കിയാൽ 150 ഒരു ലൈനിൽ, A അടുത്ത ലൈനിൽ, അങ്ങനെയാ വന്നത്. അപ്പോൾ ഇവിടെയും വേണം ഒരു \. ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെയും കുറച്ചുകൂടി ക്ലിയർ ആവും. കണ്ടോ, 150 ഒരു ലൈനിൽ, A വേറെ ലൈൻ. അപ്പൊ ഈ \n എന്ന് പറയുന്നത് അത് എന്താ എസ്കേപ്പ് സീക്വൻസ് എന്നാണ് അതിനെ പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി ഈ പ്രിന്റഫിന്റെ അകത്ത് ഈ ഡബിൾ കോട്ട്സിന്റെ അകത്ത് നമ്മളൊരു /n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെർമിനലിൽ പ്രിന്റ് ആകുന്ന അവിടെ ഒരു ലൈൻ, ഒരു എൻ്റർ കീ പ്രസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് അതിനുള്ളത്, എൻ്റർ കീ പ്രസ് ചെയ്യുന്ന എഫക്റ്റ്. അപ്പോൾ ഈ /n എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിൽ പ്രിന്റ് ആവത്തില്ല. പക്ഷേ അത് കാരണം നമുക്ക് ഇവിടെ ഒരു ലൈൻ ജമ്പ് ചെയ്യും, അതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ക്യാർ. പിന്നെ ഫ്ലോട്ടും ഡബിളും കൂടി ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾ വിട്ടേക്കാം. അപ്പോൾ ഫ്ലോട്ടിന് FLOAT ഫ്ലോട്ട് ഇട്ടിട്ട് നമ്മളൊരു ഒരു വേരിയബിളിന്റെ ഒരു പേര് കൊടുക്കണം. അപ്പോൾ ഒരു F ഒന്ന് മാത്രം ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എന്താ ഡെസിമൽ എന്ന് വല്ലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നമുക്കൊരു ഡെസിമൽ നമ്പർ ആണല്ലോ. അപ്പോൾ ആ ഡെസിമൽ = ഇനി ഒരു വാല്യൂ കൊടുക്കണം ഇതിന്. ഫ്ലോട്ടിന് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഫ്രാക്ഷണൽ വാല്യൂസ് ആണ് നമ്മൾ ഫ്ലോട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡെസിമൽ പോയിന്റിന് മുമ്പും ഡെസിമൽ പോയിന്റിന് ശേഷവും കുറച്ച് വാല്യൂസ് വേണം. അതായത് ഇപ്പോൾ 3.14 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഫ്ലോട്ട് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഫ്ലോട്ടിനും ഡബിളിനും ഒക്കെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റ് ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 3.0 എന്ന് അങ്ങോട്ട് എടുത്തോളും, അത് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ജനറലി നമ്മൾ ഇതുപോലത്തെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഡെസിമൽ നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലോട്ട് എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഒരു ഐഡന്റിഫയറിന്റെ പേര് = ആ ഒരു വാല്യൂ. ഇവിടെ ഇപ്പോൾ 3.14 എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യണം, printf. എന്നിട്ട് അതിന്റെ എന്താ ഡബിൾ കോട്ട്സിന്റെ അകത്ത് %. എന്നിട്ട് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സ്പെസിഫയർ, അത് ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രിന്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഏത് ഫോർമാറ്റിലുള്ള വേരിയബിൾ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഉള്ളത് %f ആണ്, ഇത് ഫ്ലോട്ട് വാല്യൂ ആയതുകൊണ്ട്. എന്നിട്ട് %f കോമ ഇട്ടിട്ട് എന്താ നമ്മുടെ ഫ്ലോട്ടിന്റെ ആ ഒരു വേരിയബിളിന്റെ പേര്, അത് ഡെസിമൽ എഴുതിയിട്ട് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ റൺ ചെയ്ത് നോക്കിയാൽ 3.14. അത് കഴിഞ്ഞിട്ട് കുറച്ച് സീറോസ് കാണാം. കാരണം
നമ്മൾ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് എന്ന് അറിയുമ്പോൾ എന്താ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ് ഇതിൽ എന്തായാലും ഉണ്ടാവും. 6 കൂടുതലാവാം, അത് പക്ഷെ നമ്മൾ അത്രയും ഡിജിറ്റ് ഇവിടെ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഒരു 6-7 ഡിജിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങോട്ടും വരും. പക്ഷെ ഡീഫോൾട്ട് ആയിട്ട് 6 ഡിജിറ്റ്സ് മിനിമം ഉണ്ടാവും ഇതിന്റെ ഈ ഡെസിമൽ പോയിന്റിന്റെ അപ്പുറത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 0000 എന്നൊക്കെ വന്നത്. പക്ഷെ ബേസിക്കലി വാല്യൂ സെയിം ആണല്ലോ. അപ്പോൾ നമ്മൾ കാൽക്കുലേഷനിലാണെങ്കിലും അല്ലെങ്കിൽ പ്രിന്റിങ്ങിലാണെങ്കിലും വാല്യൂ സെയിം തന്നെയാണ്. 3.14 എന്നുള്ള വാല്യൂ തന്നെയാണ് വന്നത്. അപ്പോൾ അതാണ് ഫ്ലോട്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡബിൾ. ഡബിളിലും ഇതേപോലെ വേറെ എന്തെങ്കിലും പേര് കൊടുക്കണം. കാരണം നമ്മൾ ഉപയോഗിച്ച ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേര് വേറെ ഒരു വേരിയബിളിന് കൊടുക്കരുത്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഇപ്പോൾ വേണമെങ്കിൽ ഇതിനും ഡെസിമലിന് പേരിടായിരുന്നു, പക്ഷെ അത് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഡെസിമലിന് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഡെസിമൽ 2 എന്ന് വല്ലതും കൊടുത്തു, അപ്പോൾ പ്രശ്നമില്ല. എന്നിട്ട് അതിനൊരു വാല്യൂ ഇതേപോലെ തന്നെ ഫ്ലോട്ട് പോലെ തന്നെയാണ് ഡബിളിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1.45 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ഞാൻ കൊടുത്തെന്ന് വിചാരിക്കും. എന്നിട്ട് അതും ഇതേപോലെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് %LF ആണ്. LF വെറും F അല്ല, LF. വെറും F ആണെങ്കിൽ അത് ഫ്ലോട്ടിന്, LF ആണെങ്കിൽ ഡബിളിന്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ %LF എന്നിട്ടൊരു ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ലൈൻ കൊടുത്തേക്കാം, പിന്നെ ഇവിടെയും ഒരു ലൈൻ കൊടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് ലൈനിലായിട്ട് പ്രിന്റ് ആവും. എന്നിട്ട് കോമ ഇട്ടിട്ട് ഡെസിമൽ 2 എന്നിട്ടൊരു സെമികോളൺ ഏറ്റവും അവസാനം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ ഫ്ലോട്ടും പ്രിന്റായി, ഡബിളും പ്രിന്റായി, എല്ലാം പ്രിന്റായി. പിന്നെ ഈ പ്രിന്റിങ്ങിന്റെ സമയത്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുമായിരിക്കും, ഈ %d ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്റ് എഫിൽ വേറെ ഒന്നും പ്രിന്റ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണത് എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ദ വാല്യൂ ഓഫ് എ ഈസ് എന്നും പറഞ്ഞിട്ട് വേണം കൊടുക്കാം. അപ്പോൾ അത്രയും കൂടി പ്രിന്റ് ആയിട്ട് അവസാനം എയും കൂടി പ്രിന്റ് ആവും. കണ്ടോ? ദ വാല്യൂ ഓഫ് എ ഈസ് 150 എന്നും പറഞ്ഞു വന്നു. അതുപോലെ നമുക്ക് എവിടെ വേണേലും എങ്ങനെ വേണേലും കൊടുക്കാം, അതിലൊന്നും വിഷയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഈ 4 ഡാറ്റ ടൈപ്സും അത് യൂസ് ചെയ്യുന്ന രീതി. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തിരി ടൈം കൂടിപ്പോയി, അത് ഈ ക്വിസിന്റെ ഇത്തിരി ടെക്നിക്കൽ ഇഷ്യൂ വന്നു നമുക്ക്. അപ്പോൾ സാരമില്ല, എന്നാലും എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്തിരി സ്പീഡിലാ പോയെന്നറിയാം, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ തന്നെ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഓരോ ടൈപ്പ് വേരിയബിൾസ് ഉണ്ടാക്കിയിട്ടും ഈ വേരിയബിളിന് എന്തൊക്കെ പേര് കൊടുക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഇതിനു മുമ്പ് ഏതെങ്കിലും ഇപ്പോൾ ഡോട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എറർ ആയിരിക്കും. കണ്ടോ? അതാണ് ഈ ഐഡന്റിഫയറിന്റെ ഒരു കാര്യമുള്ളത്. നമ്മൾ ഈ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് വർക്ക് ആവത്തില്ല. അപ്പൊ അതൊക്കെ ഓർക്കണം. പിന്നെ വാല്യൂസ് ഇതുപോലെ നോക്കണം. പിന്നെ ഈ ഏത് ടൈപ്പ് വേരിയബിൾ ആണോ അതനുസരിച്ച് വേണം നമ്മൾ ഈ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ കൊണ്ടുപോയി ഞാൻ %f അത് ഫ്ലോട്ടിന്റെ ആണ്, അപ്പോൾ ചിലപ്പോൾ അത് വർക്ക് ആവത്തില്ല. ചില കേസിൽ അത് വർക്ക് ആകും. അതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. കണ്ടോ? ഇതുപോലത്തെ ഒരു വാർണിംഗ് കിട്ടും നമുക്ക്. പക്ഷെ കണ്ടോ? വാല്യൂ ഓഫ് എ 0 എന്നും പറഞ്ഞു വന്നു, പക്ഷെ നമ്മുടെ വാല്യൂ 150 ആണ്. അപ്പൊ അത് വർക്ക് ആവത്തില്ല. അത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡി ആണെങ്കിൽ ഡി തന്നെ കൊടുക്കണം, എഫ് ആണെങ്കിൽ എഫ് തന്നെ കൊടുക്കണം, LF ആണെങ്കിൽ LF തന്നെ കൊടുക്കണം, സി ആണെങ്കിൽ സി തന്നെ കൊടുക്കണം. അപ്പൊ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. അതും ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ചെയ്തതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നാളെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, നാളെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ ചോദിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. So shall we wind up for today or? Yep. Okay. Thanks a lot, Gokul, for that amazing session. And here we are to the end. Quiz in the results are in. So basically ഞങ്ങൾ റിസൾട്ട്സ് ഇങ്ങനെ എടുത്ത് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. ലൈക്ക് there were 8 questions. എല്ലാം ശരിയായിട്ട് ആൻസർ ചെയ്തവരുടെ പേര് I'm going to declare. So drum rolls. So okay, I'm going to read out the names.
𝒕𝒆𝒂𝒂𝒏𝒕𝒂, are you here? Just say unmute and say hi or put a chat or something. Okay, yay, you got a... Okay, you're not getting any prize. I'm so sorry for that. But then, yay! Okay. Next is 𝘵𝘬𝘢𝘵. 𝘵𝘬𝘢, are you here? Yeah, I'm here. 𝘵𝑒𝑡𝑒𝑘𝑒𝑑. Yeah, good job, man. Good job. Okay. Next is 𝘵𝑙𝑖𝑎𝑠ujo, I guess. You here? Hi, yay, you also won. Okay. Next, we have Ajmal. Is Ajmal here? Yes. Okay, you guys won today's quiz. Like, real good job. And I hope you had fun in today's session. And I'm pretty sure you guys can't wait for tomorrow's session. So yeah, it's time to wind up. It's already 6:10. I'm really sorry for today's, technical hiccup. Like, I'm really sorry. It won't happen tomorrow. And yeah, oh my God, I love you guys. Thank you. So let's meet tomorrow. Okay. Thank you I so love much, you guys, guys, man. for Yeah. joining for today's session. Please do come for tomorrow. We'll continue where we left off. Yes, and we'll play the songs too. Yeah. Okay. Okay. I hope everyone had a fun time today. Thank you.